ഈ കുട്ടിക്ക് ശരീരത്തിലെ ഏത് ഭാഗവും വലുതാക്കാൻ ശക്തിയുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ മുഖം 10 മടങ്ങ് വലുതായി. ജഡ്ജസിന് അവന്റെ ശക്തി ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ അവനെ ടെസ്റ്റ് പാസാക്കുകയും ചെയ്തു. അടുത്തതായി മറ്റൊരു കുട്ടി വരികയും അദൃശ്യനാകുകയും ചെയ്തു. ജഡ്ജസിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെ പെട്ടെന്ന് തന്നെ പാസാക്കി. മറ്റൊരു കുട്ടിയുടെ ഊഴമെത്തി. അവൻ നിർത്താതെ കണ്ണ് ചിമ്മാൻ തുടങ്ങി. ജഡ്ജസ് ആശയക്കുഴപ്പമായി. അതൊരു ശക്തിയാണോ എന്ന് ചോദിച്ചു. അവനെ ഉടൻ തന്നെ പുറത്താക്കി. ഈ കുട്ടി ഒരു കടലാസ് മുഴുവൻ തിന്നു. എന്നിട്ട് ഒരു പെൻസിൽ വായിലേക്ക് അടുപ്പിച്ചു പിടിച്ചു. പെട്ടെന്ന് പെൻസിലിൽ നിന്ന് പേപ്പർ ബുള്ളറ്റുകൾ പുറത്തേക്ക് തെറിക്കുകയും ജഡ്ജസിന്റെ മുഖത്ത് തറയ്ക്കുകയും ചെയ്തു. ജഡ്ജസ് അവനെ പുറത്താക്കി. അടുത്തയാളെ വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ചെറിയ പെൺകുട്ടി വന്ന് അക്ഷരമാല ഗാനം പാടാൻ തുടങ്ങി. ജഡ്ജസ് അവളോട് അതൊരു ശക്തിയല്ല എന്ന് പറഞ്ഞു. അവൾക്ക് ദേഷ്യം വരികയും ജഡ്ജസിന്റെ മേശ കടലാസ് പോലെ വലിച്ചെറിയുകയും ചെയ്തു. ഇത് കണ്ട് അവളെ സെലക്ട് ചെയ്തു. ഒടുവിൽ അവസാനത്തെ പെൺകുട്ടിക്ക് മനസ്സുകൊണ്ട് ഏത് വസ്തുവിനെയും നിയന്ത്രിക്കാനും ആളുകളുടെ മനസ്സ് വായിക്കാനും കഴിഞ്ഞു. അത് കണ്ടിഷ്ടപ്പെട്ട ജഡ്ജസ് അവളെ സെലക്ട് ചെയ്തു. അവസാനം 4 പേരെ മാത്രമാണ് സൂപ്പർ ഹീറോ ടീമിനായി തെരഞ്ഞെടുത്തത്. അവരുടെ പരിശീലകന് ഫ്ലാഷിന്റെ ശക്തിയുണ്ടായിരുന്നു.